സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആറ്റിങ്ങൽ TB ജംഗ്ഷന് സമീപം നടന്ന പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി നിർവഹിച്ചു. പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിച്ചു വരുന്നതിനും അവർക്ക് ഒരു മികവുണ്ടാക്കുന്നതിനും ഇത് വളരെ സഹായിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. രാജധാനി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. നിർധനർക്ക് കൈത്താങ്ങാകുന്ന സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് രാജധാനി ഗ്രൂപ്പിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്നും ഡോക്ടർ ബിജു രമേശ് പറഞ്ഞു. നിർധനരായിട്ടുള്ള സാധാരണ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള നിരവധി പേർക്കാണ് ഈ സംഘടന പുസ്തക വിതരണം നടത്തുന്നത്. അതിലേക്ക് ഉപരി വിദ്യ കൊണ്ട് പ്രബുദ്ധനാകാനാണ് ഗുരുദേവൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിലോ മറ്റ് പഠിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിലുള്ള മാതാപിതാക്കളുണ്ടെങ്കിലോ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 100% സ്കോളർഷിപ്പിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ പഠിപ്പിച്ച് അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിലുപരി വൺ ഇയർ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻറ്റിന് 100% സ്കോളർഷിപ്പോടുകൂടി പഠിപ്പിച്ച് അവർക്ക് ജോലി വാങ്ങി നൽകുന്നതാണ് എന്നുകൂടി അവസരത്തിൽ പറയുകയാണ്. ഒരു കുട്ടി പോലും പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടി പോലും സാമ്പത്തികം ഇല്ല എന്ന പേരിൽ പഠിക്കാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ പഠിക്കാൻ അവസരമില്ല. കുട്ടി പഠിക്കുമെങ്കിൽ ആ കുട്ടിയെ 100% സ്കോളർഷിപ്പ് നൽകി പഠിപ്പിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലും രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിലും ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുകയോ സ്കോളർഷിപ്പ് സ്കീമിന് അപ്ലൈ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. മികച്ച സാമൂഹ്യ സേവകനുള്ള പുരസ്കാരം സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ബിനു തോട്ടക്കാടിന് ബിജു രമേശ് ചടങ്ങിൽ കൈമാറി. ഡോക്ടർ RK പ്രഭു അധ്യക്ഷനായ ചടങ്ങിൽ രാജാറാം ഷാ സ്വാഗതം ആശംസിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി പ്രസന്ന സുകുമാരൻ, KNS രമേശ്, KMS ലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡയറി കേരളം, ആറ്റിങ്ങൽ.